ഹായ് ഓൾ, വെൽക്കം ടു മല്ലു ഡ്രാമ ലവർ. ഗോട്ടെക് ക്രഷോണിന്റെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡാണ് നമ്മളിവിടെ പറയുന്നത്. ഈ ഡ്രാമയ്ക്ക് മൊത്തം 26 എപ്പിസോഡ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ചില എപ്പിസോഡ്സ് 2 എപ്പിസോഡ്സ് ഒറ്റ വീഡിയോ ആക്കിയൊക്കെ ചെയ്തിട്ടുമുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ഡ്രാമയും അവസാനിക്കുകയാണ്. ഈ ഡ്രാമ തീർന്നല്ലോ എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ ഡ്രാമ കാർണിവലിൽ മൈ ഫോവൻ സൺഷൈൻ എന്ന പേരുള്ള ഒരു തായ്ലൻഡ് ഡ്രാമയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 8.2 വരെ റേറ്റിംഗ് ഒക്കെ കിട്ടിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ വീണ്ടും വീണ്ടും കണ്ടിട്ടുള്ള കോമഡിയും റൊമാൻസും എല്ലാം തന്നെ നിറഞ്ഞ ഒരു നല്ല ഡ്രാമ തന്നെയാണ് മൈ ഫോവർ സൺഷൈൻ. ഇതുവരെ ആ ഡ്രാമ കാണാത്തവരാണെങ്കിൽ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്കും അതും കൂടി ഒന്ന് കാണുക. ഒരു കുട്ടീനെ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകുക ആയിരുന്നല്ലോ, ഇപ്പോഴാകട്ടെ ഹോസ്പിറ്റലിൽ എത്തിച്ചും കഴിഞ്ഞിരിക്കുന്നു. ഹാനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയുവാനായിട്ട് സോങ്ങിനെ കോൾ ചെയ്യുകയാണ്. സോങ്ങും ഇതുവരെയായിട്ടും അവരെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളും അറിഞ്ഞിട്ടില്ല എന്ന കാര്യമൊക്കെ ഹാനിനെയും അറിയിക്കുന്നു. ഇന്നലെ രാത്രിയിലത്തെ കാലാവസ്ഥ ഒന്നും തന്നെ ശരിയായിരുന്നില്ല എന്ന് കൂടി സോങ് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഹാനും പ്രതീക്ഷ എല്ലാം തന്നെ നഷ്ടപ്പെടുകയാണ്. എങ്കിൽ പോലും അവളും സോങ്ങിനെ സമാധാനപ്പെടുത്തുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സോങ് ഉണ്ടായിരുന്ന അതേ ഹോസ്പിറ്റലിലേക്കൊക്കെ സൂവിനെയും കൊണ്ടുവന്നിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്നൊക്കെ അവൾ ചോദിക്കുമ്പോഴാകട്ടെ സോ മലയുടെ മുകളിൽ നിന്നും വീണ് അപകടമൊക്കെ സംഭവിച്ചതാണെന്നും ഇപ്പോഴും അവൻ അബോധാവസ്ഥയിലാണെന്നുള്ള കാര്യമൊക്കെ ലിൻമുവും അവളെ അറിയിക്കുന്നു. എമർജൻസി റൂമിലേക്ക് സൂവിനെ കൂട്ടിക്കൊണ്ടു പോയതിനു ശേഷം അവന്റെ തലയ്ക്കൊക്കെ കുറച്ച് ഗുരുതരമായിട്ടുള്ള പരിക്കാണ് പറ്റിയതെന്നൊക്കെ ഡോക്ടർ അറിയിക്കുകയും അവനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്കൊക്കെ മാറ്റുവാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ലിൻമുവും സോങ്ങും കൂടി ചേർന്നിട്ട് ഇപ്പോൾ സൂവിനെ മറ്റൊരു ഹോസ്പിറ്റലിലും ആക്കി കഴിഞ്ഞിരിക്കുന്നു. അവനും മോതിരം കൊണ്ടുണ്ടാക്കിയ മാലയൊക്കെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ആ ഒരു മാലയൊക്കെ ഇപ്പോൾ നേഴ്സും അവളെ ഏൽപ്പിക്കുകയാണ്. ഇപ്പോൾ സോയിനും സർജറിയുടെ ആവശ്യമൊക്കെ ഉണ്ട്. പക്ഷേ ആരെങ്കിലും ഒരാൾ സർജറിക്ക് തയ്യാറാണെന്ന് പറഞ്ഞ് സോയിന്റെ ഫാമിലിയിൽ നിന്നും എഴുതി ഒപ്പിട്ട് കൊടുക്കണം. അവളും ഇതുവരെയായിട്ടും സുവുമായിട്ടുള്ള വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന കാര്യമൊക്കെ ഡോക്ടറിനെ അറിയിക്കുമ്പോഴാകട്ടെ പെട്ടെന്ന് തന്നെ അവിടേക്ക് മുത്തശ്ശനും ഓടിയെത്തുന്നു. അങ്ങനെ മുത്തശ്ശനായിരുന്നു എല്ലാ പേപ്പേഴ്സിലും സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി സോന്റെ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും 24 മണിക്കൂർ കഴിയാതെ ഒന്നും തന്നെ പറയുവാനായിട്ട് സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്കാണ് സൂവും ഉള്ളത്. ലൂവിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ ഹാനിനും ഒരു സമാധാനമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ആയിരുന്നു അവൾക്കും ഒരു വീഡിയോ കോളൊക്കെ വരുന്നത്. ലൂവും ഇപ്പോൾ ഉള്ളത് ഹോസ്പിറ്റലിലേക്കാണ്. അവനും സേഫ് ആണ്. അങ്ങനെ ഇരിക്കെ കാലിന് ചെറിയൊരു പരിക്ക് മാത്രമേ പറ്റിയിട്ടുള്ളൂ എന്നൊക്കെ അവനും ഹാനിനെ അറിയിക്കുന്നു. ഹാനും ആകെ വിഷമിച്ചൊക്കെയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നതെന്ന് ലൂവും മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹാനിന് ഇപ്പോഴും തന്നോട് സ്നേഹമുണ്ടെന്നുള്ള കാര്യവും ലൂ അറിയുന്നു. ഹാനിനെ സമാധാനിപ്പിക്കുവാനായിട്ട് ഇപ്പോൾ തന്നെ ഫ്ലൈറ്റും പിടിച്ചു വരാമെന്നൊക്കെ ലൂ പറയുന്നുണ്ടെങ്കിൽ പോലും അവളും അവനെല്ലാം ഭേദമായതിനു ശേഷം മാത്രം എത്തിയാൽ മതി എന്നാണ് പറയുന്നത്. പിന്നെ അവർ തമ്മിൽ നേരത്തെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ, എങ്കിൽ പോലും നിന്റെ ഏത് എക്സ്പ്ലനേഷൻ ആണെങ്കിലും അത് കേൾക്കുവാനായിട്ട് ഞാൻ തയ്യാറാണെന്നാണ് ഹനിപ്പോൾ പറയുന്നത്. സോങ്ങും സൂവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. മാത്രമല്ല അവളായിരുന്നു മരുന്നൊക്കെ മേടിക്കുന്നതും അവന്റെ കൂടുതൽ കണ്ടീഷൻസ് ഒക്കെ മനസ്സിലാക്കുന്നതും. ഇപ്പോൾ അവനെ കാണുവാനായിട്ട് കുറച്ച് നേരമൊക്കെ കിട്ടിയപ്പോഴത്തേക്കും അവളും അവന്റെ അടുത്തൊക്കെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ പോലും വീണ്ടും ഡോക്ടേഴ്സ് ഒക്കെ എത്തി അവനെയും ചികിത്സിക്കുന്നു. പിന്നീട് ഡോക്ടേഴ്സുമായിട്ട് അവൾ സംസാരിക്കുമ്പോഴാകട്ടെ അവന്റെ എല്ലാ ഓർഗൻസും ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അവനും ഏത് നിമിഷം വേണമെങ്കിലും കണ്ണു തുറക്കാവുന്നതുമാണെന്നൊക്കെ അവളെയും ഡോക്ടേഴ്സ് അറിയിക്കുന്നു. ഇപ്പോൾ സോങ്ങും അവൻ കണ്ണു തുറക്കുവാനായിട്ട് കാത്തിരിക്കുകയാണ്. നിന്നെ കാണുവാനായിട്ട് വരണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അതൊക്കെ ഒരുപാട് നീണ്ടുപോയത് കൊണ്ടാണോ നീയും ഇപ്പോൾ എന്റെ മുമ്പിൽ ഇങ്ങനെ കിടക്കുന്നതെന്നൊക്കെയാണ് അവളും ചോദിക്കുന്നത്. എത്രയും വേഗം കണ്ണു തുറക്കുവാനായിട്ടും അവൾ അവനോട് പറയുന്നു. സോം ഇപ്പോൾ കണ്ണു തുറന്നിരിക്കുകയാണ്. സോങ്ങും ഡോക്ടറിനെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞു പോകുവാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ പോലും അവനും അവളെ തടയുന്നു. ഞാൻ കാരണം നിനക്ക് ഇവിടം വരെ വരേണ്ടതായിട്ടൊക്കെ വന്നല്ലോ എന്നായിരുന്നു അവനും ചോദിക്കുന്നത്. അവളെ ബുദ്ധിമുട്ടിപ്പിച്ചതിലാകട്ടെ അവനും ക്ഷമയൊക്കെ ചോദിക്കുന്നു. മാത്രമല്ല അവളുടെ മോതിരം എന്തിയെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവളും അവളുടെ മാലയൊക്കെ ഊരി കാണിക്കുകയാണ്. അതേസമയം അവനാകട്ടെ അവന്റെ മോതിരം നഷ്ടപ്പെട്ടു പോയെന്നൊക്കെ പറയുമ്പോഴത്തേക്കും തന്റെ കയ്യിലുണ്ടായിരുന്ന അവന്റെ മോതിരം കൂടി അവളും കാണിക്കുന്നു. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തന്നെ അവളും അവന്റെ കയ്യിൽ മോതിരമിട്ട് കൊടുക്കുകയും അവൻ തിരിച്ച് അവളുടെ കയ്യിൽ മോതിരമിട്ട് കൊടുക്കുകയും ചെയ്യുകയാണ്. ഇനി ഒരിക്കലും അവർ പിരിയുകയില്ല എന്നൊക്കെ ഹോസ്പിറ്റൽ ബെഡിൽ വെച്ച് അവരും പ്രോമിസ് നൽകുന്നു. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും സോഗും അവന് ഫുഡൊക്കെ നൽകുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ആകട്ടെ നീ ഇനി പഠിക്കുവാനായിട്ട് പോയതിനു ശേഷം തിരിച്ചെത്തി കഴിയുമ്പോഴത്തേക്കും നമുക്ക് വിവാഹമൊക്കെ നടത്താമെന്നൊക്കെ സോവും സോങ്ങിനോട് പറയുന്നു. സോങ്ങും അതൊക്കെ സമ്മതിച്ചുകൊണ്ട് അവനെയും കിസ് ചെയ്യുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കിസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ആ ഒരു റൂമിലേക്കൊക്കെ ലൂവും കടന്നു വരുന്നത്. നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്നൊക്കെ ലൂ ചോദിച്ചതിന് ശേഷം ലൂവും അവരോട് കിസ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങിയും പോകുന്നു. ആ ഒരു സംഭവത്തിന് ശേഷം സോങ്ങും പഠിക്കുവാനായിട്ടൊക്കെ പോകുന്നു. ഇനി സോവും തന്റെ സ്ഥിരമായിട്ടുള്ള പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടും ഇരിക്കുകയാണ്. അങ്ങനെ 2 വർഷം കടന്നു പോയിരിക്കുന്നു. സോങ്ങിന്റെ പഠിത്തമൊക്കെ അവസാനിച്ചിരിക്കുന്നു. അവളും നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നു.
പക്ഷെ ഹാനയൊക്കെ കാണിക്കുമ്പോഴാകട്ടെ ഹാനും ലൂവും തമ്മിലുള്ള വിവാഹമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അവൾ പ്രഗ്നന്റുമാണ്. സോങ്ങും ഇപ്പോൾ വീട്ടിലേക്കൊക്കെ മടങ്ങിയെത്തിയിരിക്കുന്നു. വീട്ടിലും മൊത്തത്തിലൊരു മാറ്റമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ അവളും തിരിച്ചെത്തി അവളുടെ റൂമിലൊക്കെ നോക്കുമ്പോഴാകട്ടെ അതിൽ സോങ്ങിന്റെയും സൂവിന്റെയും ഒരുപാട് ഫോട്ടോസൊക്കെ കഴിഞ്ഞ 2 വർഷമായിട്ട് അവൻ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും അവൾ കാണുകയാണ്. വീഡിയോ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് എടുത്തിരുന്ന ഫോട്ടോസൊക്കെ ആയിരുന്നു അതും. അങ്ങനെയിരിക്കെ അവനും ഓരോരോ ഫോട്ടോസൊക്കെ നോക്കിയിട്ട് ഇതൊക്കെ ഏത് സമയത്ത് എടുത്തതാണെന്നൊക്കെ അവളോട് പറയുമ്പോഴത്തേക്കും സന്തോഷം കൊണ്ട് അവളുടെയും കണ്ണുകളൊക്കെ നിറയുന്നു. ഇനി ഒരിക്കലും വേർപെട്ടു പോകുകയില്ല എന്നും എപ്പോഴും ഒന്നിച്ചു തന്നെ ഉണ്ടായിരിക്കുമെന്നും അവർ വീണ്ടും പറഞ്ഞതിന് ശേഷം കിസ് ചെയ്യുകയാണ്. സോങ്ങിന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവളും ഇപ്പോൾ ഡോക്ടറായിട്ടൊക്കെ ജോലി ചെയ്യുന്നു. ഹാനിന്റെ ഷോപ്പൊക്കെ 3 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പാർട്ടിയൊക്കെ ആയിരുന്നു ഇപ്പോൾ നടക്കുന്നത്. ആ ഒരു പാർട്ടിയൊക്കെ ഹോസ്റ്റ് ചെയ്യുന്നത് ഗയോയാണ്. ഗയോയും തന്റെ ഗേൾഫ്രണ്ട് ആയതുകൊണ്ടാണ് ഇത്രയ്ക്ക് നന്നായിട്ടൊക്കെ പെർഫോം ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ ഷിയാനും പറയുന്നത്. ഒരുപാട് ആളുകളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുവാനായിട്ടൊക്കെ ഹാനിന് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ എന്ത് പറയണം എങ്ങനെ പറയണമെന്നറിയാതെ അവളും ആ കൺഫ്യൂഷനിലൊക്കെ നിൽക്കുന്നു. ഈ ഒരു സമയത്തായിരുന്നു ഹാനിനെയും സോങ്ങിനെയും കൂടി സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഞാൻ ആദ്യം ഈ ഒരു ഷോപ്പൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും ഇത്രത്തോളം നല്ല നിലയിൽ എത്തുമെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. സോങ് എന്റെ കൂടെ നിന്ന് എല്ലാ കാര്യത്തിനും എന്നെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇവിടം വരെ എനിക്ക് എത്തുവാനായിട്ട് സാധിച്ചത്. ഹാനും എല്ലാ ക്രെഡിറ്റ്സും കൊടുക്കുന്നത് സോങ്ങിനാണ്. ഈ ഒരു സമയത്ത് അവിടേക്ക് ടാങ് കൂടി എത്തുന്നു. ടാങ് ഇപ്പോഴും സിംഗിൾ ആണ്. അതുകൊണ്ട് തന്നെ സൂവും ടാങ്ങിനെ ചെറുതായിട്ടൊന്ന് കളിയാക്കുന്നുമുണ്ട്. ഞാനും എന്റെ ജോലിയൊക്കെ ഉപേക്ഷിക്കുന്ന സമയത്തായിരുന്നു ഹാനും എന്നെ ഈ ഒരു ഷോപ്പിലേക്കൊക്കെ സ്വാഗതം ചെയ്തിട്ടുണ്ടായിരുന്നത്. പല രീതിയിലുള്ള പ്ലാൻസ് ഒക്കെ ചെയ്തതിന് ശേഷം ഏറ്റവും ഒടുവിലായിട്ട് ഞാനും ഈ ഒരു ഷോപ്പിലൊക്കെ എത്തിച്ചേർന്നു. ഈ ഒരു സമയത്ത് എനിക്കും ഒരുപാട് നല്ല ആൾക്കാരെ പരിചയപ്പെടുവാനായിട്ട് സാധിച്ചു. അതാണ് എന്നെ ഇവിടം വരെയൊക്കെ എത്തിച്ചത്. നല്ല ഫ്രണ്ട്ഷിപ്പും നല്ല റിലേഷൻഷിപ്പും എല്ലാവർക്കും കിട്ടട്ടെ. അങ്ങനെയാണ് ജീവിതത്തിലും വിജയമൊക്കെ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുക എന്നൊക്കെയാണ് സോങ്ങും പറയുന്നത്. സോം ഇപ്പോൾ സോങ്ങിനെ പുകഴ്ത്തിയൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും ടാങ്ങും അതിനോടൊക്കെ യോജിച്ച് അവനെ സപ്പോർട്ട് ചെയ്യുന്നു. സോം ഇപ്പോൾ സോങ്ങിനെയും വിളിച്ചുകൊണ്ട് ഒരു സ്ഥലത്തേക്കൊക്കെ പോകുകയാണ്. ആ ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു അവരും ആദ്യമായിട്ട് കിസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവനും ആ മൗണ്ടൈൻ്റെ ഒക്കെ മുകളിൽ പോയി വീണ് അപകടത്തിൽപ്പെട്ട സമയത്താകട്ടെ ഇനി ഒരിക്കലും അവളെ കാണുവാനായിട്ട് സാധിച്ചില്ലെങ്കിലോ എന്നായിരുന്നു വിചാരിച്ചത്. ജീവിതകാലം മുഴുവൻ അവളോടൊപ്പം ഉണ്ടാകുവാനാണ് അവൻ ആഗ്രഹിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ അവനൊരു ചാൻസ് ഒക്കെ നൽകുമോ എന്നും ചോദിച്ചുകൊണ്ട് അവനും ഇപ്പോൾ അവളെ പ്രപ്പോസ് ചെയ്യുകയാണ്. അവനും നീ എന്നെ വിവാഹം കഴിക്കാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു മോതിരം അവൾക്ക് നേരായിട്ട് നീട്ടുന്നു. അവനിൽ ഒരുപാട് വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ ഒരു യെസ് ആണ് തന്റെ മറുപടി എന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും അവനും അവളും പരസ്പരം മോതിരമൊക്കെ ഇട്ടും കൊടുക്കുന്നു. ഈ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മരത്തിൽ നിന്നും ഒരുപാട് പൂക്കളൊക്കെ അവരുടെ അടുത്തേക്ക് വീഴുകയാണ്. അവരും പരസ്പരം കിസ് ചെയ്യുന്നു. സോങ്ങും കൂടി ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വഴക്ക് കൂടുകയാണ്. അങ്ങനെ വഴക്ക് കൂടുന്നതിനിടയ്ക്കാകട്ടെ അവരുടെ കുട്ടിയും അവിടെ ഇരുന്ന് കരയുമ്പോഴത്തേക്കും ഞങ്ങൾ വഴക്ക് കൂടുക ആയിരുന്നില്ല, സംസാരിക്കുക ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടീനെ അവർ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷമുള്ള ആ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ ഒരു ഡ്രാമയും അവസാനിക്കുന്നത്. ഈ ഒരു എപ്പിസോഡ് വരെ ഡ്രാമ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. വേറൊരു ഡ്രാമയുമായിട്ട് എത്രയും വേഗം കാണാം. ബൈ.